വെൽക്കം ബാക്ക് ടു സുൽഫീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു കമ്മലാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ കൂടെ ഞാനൊരു റിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഫസ്റ്റ് നമ്മൾ വാക്സ് ഷീറ്റിനകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒരു സെൻറ്റർ സ്റ്റോൺ അതിനകത്ത് സെറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ് സെൻറ്റർ സ്റ്റോൺ. ഇപ്പം തന്നെ ഇത് വേണേൽ റൗണ്ട് ചെയ്ത് നമുക്ക് സ്റ്റഡിൻ്റെ ഫ്രെയിം ചെയ്ത് ചെയ്യാം. ഇനി ഞാനിതിനകത്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇതാണ് സ്റ്റോൺ ചെയിൻ. അപ്പോൾ അതാണ്ട് ഞാൻ ബ്ലൂ കളറിൽ ഒരു കമ്മലുണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഒരു ബ്ലൂ കളറ് സ്റ്റോണുള്ള ചെയിന് ഒട്ടിച്ചു. പിന്നെ ഒരു സിൽവർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു. കണ്ടോ, സിമ്പിളെന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇത് കടയിലൊക്കെ പോയി മേടിച്ചാൽ 10, 20, 30 രൂപ 40 രൂപയ്ക്കൊക്കെ ഈ കമ്മൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതാണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ അതല്ലേ നല്ലത്. സ്റ്റോൺ ചെയിൻ 1 മീറ്റർ മേടിച്ചാൽ നമുക്ക് ഇതുപോലെ പല കളറിൽ അത് ഉണ്ടാക്കിയെടുക്കാം. വൈറ്റ് ഒട്ടിച്ചു, ഇനി ഒരു നീലയും കൂടെ മതി. ഇത്രയും മതി. ഇതിലും വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ഇതിന് ഹാങ്ങിങ് കൊടുക്കണമെങ്കിൽ ഹാങ്ങിങ് കൊടുക്കാം. ഞാൻ സ്റ്റഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ്ട് വീണ്ടും ഒരു ബ്ലൂ കളറ് സ്റ്റോൺ ചെയിനൂടെ കട്ട് ചെയ്ത് അതിനകത്ത് ഒട്ടിച്ചെടുത്തു. നമ്മുടെ കമ്മലിൻ്റെ റൗണ്ട് സെറ്റായി. ഇത്രയും മതി. ഇനി നമുക്ക് മറ്റേതുകൂടി ഇതുപോലെ സെറ്റ് ചെയ്യാം. കണ്ടല്ലോ, നല്ല ഭംഗിയാണ്. ക്യാമറ ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് നമുക്കതിൻ്റെ ആ ഒരു കളറൊന്നും കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തത്. ഈ മെറ്റീരിയൽ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. വേണ്ടവരെനിക്ക് കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ അതാ മറ്റേതിൽ ഞാൻ സെൻറ്റർ സ്റ്റോൺ ഒരു ഒട്ടിച്ചു. അതിൻ്റെ ശേഷം ഒരു ബ്ലൂ കളർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു. ഇനി അതിൻ്റെ ചുറ്റും ഒരു സിൽവർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു. പിന്നെ നമുക്ക് പല കളർ സ്റ്റോൺ ചെയിൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഏതെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇട്ടാൽ മതി. ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് കമൻറ്റിൽ തരുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഇൻസ്റ്റാ ലിങ്ക് നമ്മുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റും ഇനി ലാസ്റ്റ് നമ്മുടെ ബ്ലൂ കളർ സ്റ്റോൺ ചെയിനും ഒട്ടിച്ചെടുത്തു. കണ്ടല്ലോ, നമ്മുടെ കമ്മലിൻ്റെ 2 റൗണ്ട് റെഡിയായി. ഇനി നമുക്കിത് സ്റ്റഡിൻ്റെ ബേസിൽ സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ഈ റൗണ്ട് ഷേപ്പ് നമ്മുടെ ഇത് ഒന്ന് കട്ട് ചെയ്ത് ട്രിമ്മറിട്ട് ക്ലിയറാക്കി കട്ട് ചെയ്തെടുക്കണം. വേണ്ടേ, നമ്മുടെ ഒരു റൗണ്ട് ക്ലിയറായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി മറ്റേത് കൂടെ നമുക്കതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഈ വാക്സ് ഷീറ്റ്, സെൻറ്റർ സ്റ്റോൺ ചെയിൻ എൻ്റെ അടുക്കെ പല കളറുണ്ട്. ഇപ്പോൾ ഒരാൾ ബ്ലൂ കളറ് കമ്മൽ പറഞ്ഞതിന് ഞാനിത് സെറ്റ് ചെയ്തതാണ്. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അതാണ്ട് ഇനി നമുക്ക് അതേ റൗണ്ട് വാക്സ് ഷീറ്റിൻ്റെ വേറൊരു പീസിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ സ്റ്റഡ് അതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മളത് ആ റൗണ്ട് നമ്മൾ സെറ്റ് ചെയ്ത റൗണ്ട് വെച്ച് നമ്മൾ ആ ഷീറ്റൊന്ന് കറക്റ്റ് ഒന്ന് വരച്ച് ചെയ്താൽ അത്രയും റെഡിയാകും. ഞാനിപ്പോൾ ജസ്റ്റ് ആ റൗണ്ട് മണ്ടയ്ക്ക് ആ സ്റ്റോണിൻ്റെ റൗണ്ട് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുക. ഷേപ്പൊന്നും കറക്റ്റല്ല. ഇനി നമുക്ക് മറ്റേ ഷീറ്റിൽ ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ് ഒന്ന് സെറ്റ് ചെയ്യണം. ഒട്ടിച്ചങ്ങ് കൊടുത്താൽ മതി, അതപ്പോൾ ഇളകി വരത്തില്ലല്ലോ. അത് മാറ്റിയിട്ട് മറ്റേ റൗണ്ടിൽ നമുക്ക് ആ സ്റ്റഡിൻ്റെ ബേസ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. കണ്ടല്ലോ, ഇനി നമുക്ക് ഇതിന് ചുറ്റും നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റോണിൻ്റെ റൗണ്ട് അത് നമുക്കിതിനകത്ത് അറ്റാച്ച് ചെയ്യണം. ഇതാണ്ടേ സെറ്റായി. ഇനി നമ്മുടെ കമ്മൽ റെഡിയായി. കണ്ടല്ലോ, ഇനി അതൊന്ന് ഒട്ടാൻ ഇച്ചിരി താമസമുണ്ട്. അതൊന്ന് ഒട്ടുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത പീസ് നമുക്കതുപോലെ ഒട്ടിച്ചെടുക്കാം. കണ്ടല്ലോ, നന്നായിട്ട് പശ തേച്ചിട്ട് നമ്മുടെ സ്റ്റോൺ അതിൽ ഒട്ടിച്ചെടുക്കുക. ഈ ഷീറ്റ് എക്സ്ട്രാ വെക്കാതെ നമുക്ക് നേരിട്ട് നമ്മുടെ സ്റ്റഡ് ബേസ് അതിൽ ഒട്ടിക്കാം. പക്ഷേ ഞാനിത് ഇച്ചിരി ഒരു കട്ടിക്ക് വേണ്ടിയാണ് അങ്ങനെ ഒട്ടിച്ചത്. നമ്മുടെ കമ്മൽ റെഡിയായി. കൂടെ തന്നെ ഞാനൊരു റിങ്ങും ഉണ്ടാക്കി. ഇതേ മോഡലിൽ നമ്മൾ റൗണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ റിങ്ങിൻ്റെ ബേസിൽ അത് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് നല്ലൊരു റിങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ. താങ്ക് യു.